എനിക്ക് പണ്ടേ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട. എനിക്ക് നല്ല ശുഭപ്രതീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു. വിജയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഞെട്ടുന്ന ഭൂരിപക്ഷത്തിൽ പൂത്തിരി കത്തിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും ഇത്. തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ ഡീലാരോപണം അടക്കം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉന്നയിച്ചിരുന്നു. അതിന് വെല്ലുവിളി നടത്തി ലേഖ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ആ വെല്ലുവിളിയൊക്കെ ഇപ്പോൾ നിലവിൽ തിരസ്കരിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഇനി വേണ്ട, അല്ലെങ്കിൽ അതുമായി മുൻപോട്ട് പോകുന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. ഇതിന് ധൈര്യമില്ല. ഞാൻ ചോദിച്ച വെല്ലുവിളിച്ചിട്ടില്ല. ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയുന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ധൈര്യമില്ല, ഞാൻ പേര് പറയുന്നില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ കൌൺസിലർമാരുടെ പേര് BJP ആയിട്ട് പുറത്ത് അന്വേഷിക്കുന്നുണ്ടോ, തേടുന്നുണ്ടോ? പേരുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം പറയുന്നവരൊരു കാര്യം ഉണ്ടെങ്കിലല്ലേ ഇത് അന്വേഷണം. ഇതൊക്കെ തിരസ്കരിക്കേണ്ട കാര്യം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധം, ഞങ്ങളത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന്. പിന്നെയും ഇങ്ങനെ ധൈര്യമുണ്ടോ ചോദിച്ചാൽ വെല്ലുവിളിക്കോ ചോദിച്ചുകൊണ്ടിരുന്നോണ്ടല്ലേ ഞാനന്ന് പറഞ്ഞേ. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ വട്ടിയൂർക്കാവിൽ നടക്കുന്ന UDFന്റെ പ്രചരണ പരിപാടിയിലേക്ക് ആളെ തേടിക്കൊണ്ടൊരു പരസ്യം വരുന്നു. പിന്നീട് അത് വാർത്തയായതിനു ശേഷം ആ പരസ്യം പെട്ടെന്ന് പിൻവലിക്കുന്നു. 511 രൂപയും ചിക്കൻ ബിരിയാണിയും എന്നുള്ളതായിരുന്നു ആ ഒരു ഓഫർ. അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. എനിക്കറിയില്ല, അത് വളരെ അപഹാസ്യമായിട്ട് തോന്നുന്നു. ഒരു പരിപാടി ഇപ്പോൾ നിലവിൽ 1ാം ഘട്ടം കഴിയുകയാണ്. അപ്പോൾ ഒരു ചിത്രം എന്താണ് ഇപ്പോൾ നിലവിൽ തോന്നുന്നത്? ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയിലാണ്. എനിക്ക് വളരെ ശക്തരായിട്ടുള്ള പാർട്ടി പ്രവർത്തനം പുറകിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്തുണ വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. പോസ്റ്റർ കണ്ടിരുന്നോ ഈ ആളെ തേടിയുള്ളത്? ഞാൻ അതിനെക്കുറിച്ച് കേട്ടു. എനിക്കൊന്ന് റിപ്പോർട്ടറിൽ തന്നെയാണ് അത് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. വളരെ ദയനീയമാണ്. അത് അണികളില്ലാത്ത ഒരു പാർട്ടി അണികൾക്ക് വേണ്ടി ഒരു പ്രചാരണം നടത്തുമ്പോൾ ആളുണ്ട് എന്ന് കാണിക്കാനായിട്ട് ബംഗാളികളെ വിളിച്ചു വരുത്തി ഒരു പ്രചാരണം നടത്തേണ്ട ഗതികേട്, അവർക്ക് കാശും കൊടുത്ത് അങ്ങനെ ഭീതി കൊണ്ടാണ് ആദ്യം മുതൽ ഈ ഡീലാരോപണത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറിപ്പോവുകയും ഇപ്പൊ ശബരിമലയാണ് പ്രധാന ചർച്ചാ വിഷയമെന്ന് UDF തന്നെ പറയുന്നു. ശബരിമല ആകണമല്ലോ പ്രധാന ചർച്ചാ വിഷയം. കാരണം ചെറിയ കാര്യമൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. അത് UDF മാത്രമല്ല. UDF എന്ത് ചർച്ചയാണ് ചെയ്തത്? അവരൊന്നും ചെയ്തില്ല. അവരൊരു പാട്ടുണ്ടാക്കി പാടി നടന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരും കൂടി ഇതിൽ പങ്കാളിയാണ്. അതിപ്പോ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ആർക്കാണ് ഇപ്പൊ നിലവിൽ ഈ മണ്ഡലത്തിലൊരു മുൻതൂക്കം മനസ്സിലാവുന്നത്? ജനം എന്താ പറയുന്നേ? നിങ്ങൾ ചോദിക്കൂ. പ്രചാരണം മുൻപോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ടല്ലോ ഏറെക്കുറെ. അതാണ്, നിങ്ങൾ വാർത്താ ചാനലുകൾക്കാണ് ആ ചിത്രം നല്ലപോലെ തെളിഞ്ഞിട്ടുള്ളത്. എനിക്ക് പണ്ടേ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട. എനിക്ക് നല്ല ശുഭപ്രതീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു. വിജയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഞെട്ടുന്ന ഭൂരിപക്ഷത്തിൽ പൂത്തിരി കത്തിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും ഇത്. എന്തായാലും വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രചരണവുമായി മുൻപോട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.